മഞ്ചേരി നഗരസഭാ പരിധിയിൽ വരുന്ന തടപ്പറമ്പ് കുടിവെള്ള പദ്ധതിയിൽ നഗരസഭ നടത്തുന്ന ഇടപെടൽ വിരോധാഭാസമെന്ന് CPM നേതൃത്വം. പദ്ധതിയുടെ 90% പൂർത്തീകരിച്ച് നിലവിലുള്ള വിതരണ കേന്ദ്രത്തിലൂടെ ശുദ്ധജല വിതരണത്തിന് ഒരുങ്ങുമ്പോഴാണ് പദ്ധതിയുടെ തുടക്കകാലത്ത് അതിനെ തകർക്കാൻ ശ്രമിച്ചവർ ഇപ്പോൾ അതിന്റെ വക്താക്കളായി രംഗത്ത് വരുന്നതെന്നും ആരോപിച്ചു. നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി. പയ്യനാട് കേന്ദ്രമാക്കിയുള്ള കുടിവെള്ള പദ്ധതി, ആ പദ്ധതിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 72 കോടി രൂപ ചെലവഴിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ 90% പൂർത്തിയായിരിക്കുകയാണ്. കിഫ്ബി ഫണ്ടിൽ നിന്നാണ് അതിന് തുക നീക്കിവച്ചത്. കിഫ്ബി ഫണ്ടിൽ നിന്ന് തുക നീക്കിവെച്ച് അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ അത് നടക്കാൻ പോകുന്ന പദ്ധതിയല്ല. കിഫ്ബി പദ്ധതി മലർപൊടിക്കാരൻ്റെ സ്വപ്ന പദ്ധതിയാണ്. അതിൽ പറയുന്നത് പോലെ വികസന പദ്ധതികൾ നടക്കാൻ പോകുന്നില്ല എന്ന് പ്രചരിപ്പിച്ചവരായിരുന്നു UDF-കാർ. എന്നാൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പല പദ്ധതികളും പൂർത്തീകരിച്ച് മറ്റ് പദ്ധതികൾ പൂർത്തീകരണ ഘട്ടത്തിലാണ്. ഈ കുടിവെള്ള പദ്ധതിയുടെ പണി പൂർത്തീകരിക്കാനായ ഘട്ടത്തിൽ ഇതിൻ്റെ അവകാശികളായി ചില ആളുകൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അവകാശികളായി ഇറങ്ങി പുറപ്പെട്ട ആളുകൾ ഈ പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ ഈ പദ്ധതിക്ക് പല രീതിയിൽ പാരവെക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളുകളാണ്. അതിൽ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, മുനിസിപ്പൽ ഭരണക്കാരുണ്ട്, മുനിസിപ്പൽ കൗൺസിലർമാരൊക്കെ ഉണ്ട്. ഇപ്പം അത് പ്രാവർത്തികമാകും എന്നുള്ള ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. കുടിവെള്ളക്ഷാമം വളരെ മുനിസിപ്പാലിറ്റിയിൽ രൂക്ഷമാണ്. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്ന 11 പയ്യനാട് വില്ലേജിലെ 11 വാർഡുകളിൽ മാത്രമല്ല, ബാക്കിയുള്ള 39 വാർഡുകളിലും നഗരസഭയിലെ മഞ്ചേരി നറുകര വില്ലേജിലുള്ള 39 വാർഡുകളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. ഈ പദ്ധതി പൂർത്തീകരിച്ച് അതിൻ്റെ പ്രയോജനം ലഭിക്കാൻ പോകുന്നു എന്ന ഘട്ടത്തിലാണ് ഇതിന് ഉള്ള അവകാശവാദവും സമരവും ഒക്കെ ആയിട്ട് മുനിസിപ്പൽ ഭരണക്കാർ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള UDF-ന്റെ സ്ഥിരം പരിപാടികളിൽ ഒന്നാണ്. ഇത് തങ്ങളുടേതാണ്. മുനിസിപ്പൽ ഭരണത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രമേയങ്ങൾ നേരത്തെ പാസാക്കിയതല്ലാതെ സ്ഥലം വിട്ടുകൊടുക്കുന്ന കാര്യം, അതേപോലെ അതൊക്കെ അതിൻ്റെ സാങ്കേതികമാണ്. വ്യക്തികൾ ഇതിനാവശ്യമായിട്ടുള്ള ടാങ്ക് നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്ഥലം വിട്ടു തന്നിട്ടുണ്ട്. പക്ഷേ അത് സാങ്കേതികമായ മുനിസിപ്പാലിറ്റിയുടെ അനുമതി കൂടി വേണം. അതിന് തന്നെ പല തടസ്സങ്ങളുണ്ടായിട്ടുണ്ട്. ആ സാങ്കേതികമായ ചില കാര്യങ്ങൾ ചെയ്തതല്ല മറ്റ് ഒരു കാര്യങ്ങളിലും ഇതിൻ്റെ നടത്തിപ്പുമായ ഒരു ബന്ധം പുലർത്താത്ത ആളുകളാണ് ഇപ്പോൾ അതിന്റെ അവകാശവാദികളായിട്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പാണത്. ജലലഭ്യത നിങ്ങൾക്കൊരു പ്രശ്നമാണോ? ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ് ഇനി നിങ്ങൾക്കൊപ്പമുണ്ട്. മദീന ബോർവെൽസ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം.